ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ചെറിയ തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന കൂട്ടുകാരൊക്കെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങ ഉപയോഗിച്ചിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. സ്വതവേ ഞാനിത് റെയറായിട്ടാണ് കാണാറ് നമ്മുടെ നാട്ടിൽ കുക്കിംഗ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഹസ്സിൻ്റെ അമ്മയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ പീച്ചിങ്ങ ഉപയോഗിച്ചിട്ട് വളരെ ഇളയ പീച്ചിങ്ങ നോക്കിയിട്ട് തന്നെ എടുക്കണം, മൂക്കാത്തത്. അപ്പോൾ അത് തോലൊക്കെ ഫസ്റ്റ് ചെത്തി കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പീസസാക്കി കട്ട് ചെയ്യുന്നുണ്ട്. മേലാകെ പച്ച കളറിൽ കാണുന്ന തോലൊക്കെ എടുത്ത് ചെത്തി കളയണം. പിന്നെ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കുക. കാരണം എന്താ വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴുകുമ്പോൾ അതിലൊരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് അതിലുള്ള വെള്ളവും പിന്നെ വെജിറ്റബിൾ വെള്ളമൊക്കെ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കഴുകി വൃത്തിയാക്കിയ ശേഷം നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു ലുഫ എടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു ലുഫ എടുത്ത് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കുഴഞ്ഞു പോകണ വളരെ ചുങ്ങിപ്പോണ ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് 2-3 പേർക്കൊക്കെ 3 പേർക്കൊക്കെ കഴിക്കാൻ തരത്തിലായിരിക്കും ഒറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം വലിപ്പമുള്ളതാട്ടോ അത്. ഞാനിത് കട്ട് ചെയ്യാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്യുക. വളരെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പാകത്തിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി, ഒരു 5-6 ചുള ചെറിയ ഉള്ളി, അത് അത്യാവശ്യം വലിപ്പമുള്ളതാട്ടോ. പിന്നെ ഒരു 5-6 വറ്റൽമുളക്. തീരെ എരിവ് കമ്മിയുള്ളതുകൊണ്ടാണ് ഞാനിത് 5-6 എടുത്തുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക മുളക്. അപ്പോൾ നമ്മൾ ഉള്ളിച്ചട്നിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കുക. വല്ലാണ്ട് പേസ്റ്റ് ആക്കണമെന്നില്ല. ഒന്ന് അരച്ചെടുത്ത ശേഷം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചെറിയ ഉള്ളി, അതുപോലെ വറ്റൽമുളക്. ഇനി വറ്റൽമുളക് കിട്ടിയില്ലെങ്കിൽ അത് മറ്റേ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി ഉപയോഗിക്കാം. പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കമ്മിയും കൂടി ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാൻ വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവറാണ്. ഇനി കോക്കനട്ട് ഓയിലായാലും എന്ത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പം ഇനി ഡയറക്റ്റായിട്ട് കടുക് പൊട്ടിക്കൊന്നും വേണ്ട. ഡയറക്റ്റായിട്ട് ഈ വെജിറ്റബിൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ, വേവിച്ചെടുക്കാനും. അതെ. അപ്പം ഇനി ശ്രദ്ധിക്കുക, ഒരു തുള്ളി വെള്ളം പോലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെജിറ്റബിൾ നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വേവിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കണ്ടോ എത്രത്തോളം വെജിറ്റബിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒട്ടും വെള്ളം അതിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി അതിൽ വെള്ളം വറ്റുന്നത് വരയ്ക്കും അത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വന്ന് എണ്ണയിൽ നന്നായിട്ടത് വഴറ്റി കിട്ടിയിട്ടുണ്ട് നമുക്കത്. ഇതാണ് അതിൻ്റെ പരുവം. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കുക. ചോറിലേക്കൊക്കെ ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിൽ ഇതും കൂടി ഉപയോഗിച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. വളരെ നല്ലൊരു വെജിറ്റബിളാണ്. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ബൈ.